കോഴിക്കോട്ട് വെള്ളയിൽ റേഷൻ കടയിൽ നിന്ന് മുഹമ്മദ് ഷഹീദ് കൂടിയുണ്ട്. ഷഹീദ്, പലയിടത്തും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു എന്നൊരു വിവരം കൂടിയുണ്ടല്ലോ, അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? നഗരത്തിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഏറെക്കുറെ മുഴുവനും പൂർണ്ണമായും റേഷൻ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. വ്യാപാരികളെല്ലാം ഇപ്പോൾ കലക്ടറേറ്റിന് മുമ്പിൽ സമരത്തിലാണ്. ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, കലക്ടറേറ്റ് ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് വെള്ളയിൽ റേഷൻ കടയാണുള്ളത്. ആ കടയ്ക്ക് മുമ്പിൽ തന്നെ അവരുടെ സമരപ്രഖ്യാപന പോസ്റ്ററുണ്ട്. അനിശ്ചിതകാല സമരത്തിലേക്ക് അതിന്റെ കാരണങ്ങളും അവർ സമരം ചെയ്യാനുള്ള കാരണങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പ്രധാനമായി അവർ ഉന്നയിക്കുന്നത് 45 കിൻഡൽ അരി ഭക്ഷ്യധാന്യങ്ങൾ വിറ്റാൽ 18,000 രൂപ മാത്രമാണ് കമ്മീഷൻ ഇനത്തിൽ അതിന്റെ വേതനമായി ലഭിക്കുന്നത്. അത് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ 45 കിൻഡൽ വിൽക്കുന്ന റേഷൻ കടകൾ തന്നെ വളരെ ദുർലഭമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് തന്നെ കൃത്യമായി പണം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അടച്ചിട്ട് സമരത്തിലേക്ക് പോവുകയല്ലാതെ വേറെ നിർവാഹമില്ല എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ നാട്ടുകാരുമുണ്ട്. നിങ്ങൾ റേഷൻ വാങ്ങുന്ന ആളാണ്? റേഷൻ വാങ്ങുന്ന ആളാണോ? ഞാൻ റേഷൻ വാങ്ങലുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ കടകളിൽ വരാൻ അല്ല, നമ്മളവിടെ പോയിട്ട് അരി കിട്ടുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. റേഷൻ ഇല്ല, ഓല പറഞ്ഞിട്ട് പോരല്ലോ. ഇതിപ്പോ അടഞ്ഞു കിടക്കുകയാണ്. മാസം കിട്ടില്ല, ഇല്ല. ഇവിടെ ഓല പറഞ്ഞിട്ട് കാര്യമില്ല, സാധനവും ഇല്ല, ഇവിടെ സാധനമില്ല. ഓല പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒഴിച്ച് കൊടുക്കണ്ടേ ഒരു ദിവസം ഒരാൾക്ക് 100-300 രൂപ ചെലവാ ഇവിടെ. ഈ ഹോട്ടലിന് ഭക്ഷണം കഴിക്കണം, ചായ കുടിക്കണം. എത്രയും വലിയ സാധനം വന്നാൽ നമുക്കെങ്കിൽ നന്നായി. ഈ തുറക്കുന്ന സമയത്ത് സാധനങ്ങൾ ഉണ്ടോ? കുറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് കൊടുത്ത് അരിയൊക്കെ റേഷൻ കടയിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ പ്രധാനമായും മലയാളികളുടെ ഭക്ഷ്യധാന്യമായ അരി, അത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ റേഷൻ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ ആളുകളെ നിത്യ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ അടുത്ത ബന്ധമുള്ള ഒരു സംവിധാനമാണ് റേഷൻ സംവിധാനം. ആ റേഷൻ സംവിധാനത്തെ ആണ് ഇപ്പോൾ ഈ രീതിയിൽ അടച്ചിട്ട് സമരത്തിലേക്കൊക്കെ പോയി അതിനെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. അവർ വ്യാപാരികൾ ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അത് കട അടച്ചിട്ട് സമരത്തിലേക്ക് പോകുമ്പോൾ ഈ സംവിധാനം അത് താറുമാറാകുമോ എന്നുള്ളൊരു ആശങ്ക ആളുകൾക്ക് ഏതായാലും ഉയരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഏതായാലും റേഷൻ കടകളൊക്കെ അടച്ചിട്ട് വ്യാപാരിക്ക് ഇപ്പോൾ കലക്ടറേറ്റിന് മുമ്പിൽ സമരത്തിലാണ്.